നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശവൽക്കരണം ശക്തമാക്കിയ കുവൈറ്റ് സൗദി അറേബ്യക്ക് ഇപ്പോൾ പ്രവാസികളില്ലാതെ ഇരിപ്പില്ല. പറഞ്ഞു വന്നാൽ ഇപ്പോൾ കുവൈറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് സ്വദേശവൽക്കരണത്തിൽ. എന്നാൽ ഇപ്പോഴാ ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1000 ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാൻ കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാദേശികമായി നടത്തിയ റിക്രൂട്ട്മെന്റിൽ ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരാൻ മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ ശുചിത്വ ആവശ്യങ്ങൾ നിറവേറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 1000 വനിതാ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യയിലേക്കും നേപ്പാളിലേക്കും പോകുന്നതിനായുള്ള വിദേശ കോൺട്രാക്ടിംഗ് കമ്മിറ്റികൾ അംഗീകാരം നൽകണമെന്ന് കാണിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ് വിഭാഗം കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ ഔദ്യോഗികമായി കത്തെഴുതിയതായാണ് റിപ്പോർട്ട്. മുതിർന്ന മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് അൽഖബസ് പത്രം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. ഈ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് സിവിൽ സർവീസ് കമ്മീഷൻ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കമ്മിറ്റി അംഗങ്ങൾ ഡിസംബറിൽ ഇരു രാജ്യങ്ങളിലേക്കും തിരിക്കുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. പ്രാദേശിക കരാർ മുഖേന മന്ത്രാലയത്തിന് ആവശ്യമായത്ര ശുചീകരണ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനായിരുന്നു മന്ത്രാലയം നേരത്തെ കൈക്കൊണ്ട തീരുമാനം. ഇതനുസരിച്ച് കുവൈറ്റിലുള്ള പ്രവാസി വനിതകൾക്കിടയിൽ നിയമന നടപടികൾ കൈക്കൊണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇന്ത്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ മന്ത്രാലയം തീരുമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അങ്ങനെ ഈ 2 കമ്മിറ്റികളിലെയും അംഗങ്ങളായി വകുപ്പുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക കഴിവുകൾ, അപേക്ഷകൾ തരംതിരിച്ച് ആവശ്യമുള്ളവ സ്വീകരിക്കാനും അല്ലാത്തവ നിരസിക്കാനുമുള്ള പ്രായോഗിക ജ്ഞാനം, അപേക്ഷകരുമായ വ്യക്തിഗത അഭിമുഖങ്ങൾ നടത്താനുള്ള നൈപുണ്യം, അവരുമായി കരാറിലേർപ്പെടാനുള്ള സാങ്കേതിക ജ്ഞാനം എന്നിവയുള്ള പ്രമുഖ വ്യക്തികളെ കമ്മിറ്റിയിലെ അംഗങ്ങളായി നിയമിക്കാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൂടി വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രധാന ഇളവുകളാണ് കുവൈറ്റിലെ ബാങ്കുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 70,000 കുവൈറ്റ് ദിനാർ വരെ പ്രവാസികൾക്കും ബെദൂയിൻ വിഭാഗങ്ങൾക്കും ഇനി മുതൽ വായ്പ എടുക്കാം. പേയ്മെന്റ് കാലാവധി 8 വർഷം വരെയായി ഉയർത്തിയിട്ടുണ്ട്. എടുക്കുന്ന വായ്പയ്ക്കനുസൃതമായി തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈട് നൽകണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പ്രവാസികൾ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനം വിശ്വസിക്കത്തക്കതാവണം എന്ന നിബന്ധന മാത്രമാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവാസികൾക്ക് ബാങ്ക് വായ്പകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലവിലെ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലാണ് വായ്പാ നയം പരിഷ്കരിച്ചിരിക്കുന്നതെന്ന് ബാങ്കിംഗ് മേഖലയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രവാസികളെയും ഗോത്ര നിവാസികളെയും വായ്പ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നയം ബാങ്കുകൾ അവസാനിപ്പിക്കുന്നതായി ബാങ്കിംഗ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.